കുടുംബത്തിൽ നിന്നൊരാൾ കൂടി പാർലമെന്റിൽ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ രാജ്യം ഒരു അപൂർവതയ്ക്ക് കൂടിയാണ് സാക്ഷ്യം വഹിക്കുന്നത്. ഒരേ സമയം അമ്മയും 2 മക്കളും MP-മാരാകുന്ന അപൂർവ നിമിഷം. ഇതാദ്യമായല്ല ഇത്തരം അപൂർവതകൾ ഇന്ത്യൻ പാർലമെന്റിൽ സംഭവിക്കുന്നത് എന്നാണ് യാഥാർത്ഥ്യം. എന്താണ് അവ എന്ന് നോക്കണ്ടേ? റിപ്പോർട്ട് കാണാം. വയനാട്ടിൽ നിന്ന് പ്രിയങ്ക ഗാന്ധി പാർലമെന്റിലേക്ക് എത്തുമ്പോൾ ഒരു കുടുംബത്തിലെ 3 പേർ ഒരേ സമയം MP-മാരാകുന്ന അപൂർവതയ്ക്കാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നത്. സഹോദരൻ വിജയിച്ച വയനാട്ടിൽ നിന്ന് ഉപതെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടിയാണ് പ്രിയങ്കയുടെ കന്യയൂഴം. സോണിയാഗാന്ധി വർഷങ്ങളായി വിജയിക്കുന്ന സീറ്റ് ഇത്തവണ നൽകിയത് മകൻ രാഹുൽ ഗാന്ധിക്ക്. തുടർച്ചയായി അമ്മയെ ലോക്സഭയിലേക്ക് അയച്ച റായ്ബറേലിക്കാർ ഇത്തവണ രാഹുലിനെ പിന്തുണച്ചു. ഈ വർഷമാദ്യം രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭാംഗമായി സോണിയാഗാന്ധി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. മേനകാ ഗാന്ധിയും മകൻ വരുൺ ഗാന്ധിയും ഒരേ സമയം ലോക്സഭയിൽ അംഗങ്ങളായിരുന്നു. ഉത്തർപ്രദേശിലെ ഓൺല, പിലിഭിത് എന്നീ മണ്ഡലങ്ങളിൽ നിന്നായിരുന്നു അമ്മയുടെയും മകന്റെയും വിജയം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ SP-യുടെ ചിറകിലേറി ഇന്ത്യ സഖ്യം വൻ നേട്ടം സ്വന്തമാക്കിയപ്പോൾ അഖിലേഷ് യാദവ്, ഭാര്യ ഡിംപിൾ യാദവ്, അനന്തരവൻ അക്ഷയ് യാദവ്, അമ്മാവൻ ശിവപാൽ യാദവ്, ധർമ്മേന്ദ്ര യാദവ് എന്നിവരെല്ലാം ഒരുമിച്ച് ലോക്സഭയിലെത്തി. 2012 മുലായം സിംഗിനൊപ്പം അഖിലേഷും മരുമകൾ ഡിംപിൾ യാദവും വ്യത്യസ്ത കാലങ്ങളിൽ MP-മാരായിരുന്നിട്ടുണ്ട്. റിസർച്ച് ഡെസ്ക് 24.